ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ വീഡിയോ കോൺഫറൻസിങ് ആപ്പായ മൈക്രോസോഫ്റ്റ് ടീംസ് ചില സമയത്ത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അൺസപ്പോർട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും പഴയ ആൻഡ്രോയിഡ് വെർഷൻ ഡിവൈസിലൊക്കെ ആയിരിക്കും മിക്കവാറും ഇങ്ങനെ അൺസപ്പോർട്ടഡായിട്ട് കാണിക്കുക. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ APK മിറർ പോലുള്ള സൈറ്റ്, APK മിറർ എന്ന സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫൈഡ് സൈറ്റാണ്. അതിനകത്ത് സ്പാം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സൈറ്റാണ്. ആ സൈറ്റിൽ നിന്ന് APK ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. അത് മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസിലും സപ്പോർട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൈക്രോസോഫ്റ്റ് ടീംസിൻ്റെ മീറ്റിംഗ് ലിങ്ക് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ക്രോമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. ക്രോം കൊടുത്തു. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ കാണാം ജോയിൻ യുവർ മീറ്റിംഗ് ഓൺ മൈക്രോസോഫ്റ്റ് ടീംസ്, ഗെറ്റ് ടീംസ് ജോയിൻ മീറ്റിംഗ്. നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ, മൈക്രോസോഫ്റ്റ് ടീംസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ മീറ്റിംഗ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ലാത്തവർ അടുത്ത ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും മുകളിലായിക്കുന്ന 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും താഴെയായിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഒന്ന് ജസ്റ്റ് നോക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ വിൻഡോ ഡെസ്ക്ടോപ്പ്, അതായത് കമ്പ്യൂട്ടർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കിപ്പോൾ വിൻഡോയിൽ കാണാം, അത് സ്വിച്ച് ഓവർ ചെയ്യുന്നത് കാണാം. അതായത് മൊബൈൽ വിൻഡോയിൽ നിന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ താഴെ കുറച്ച് നോട്ട്സ് എഴുതി കാണിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ദെൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വിൻഡോ പോപ്പപ്പ് വരും. അതായത് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഓഡിയോ ആൻഡ് വീഡിയോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റാണിത്. ജസ്റ്റ് അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മീറ്റിങ്ങിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വിൻഡോ ഒന്ന് റിഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ഓഡിയോ സെറ്റിങ്സ് മൈക്രോഫോണും എനേബിൾ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഇതിനകത്ത് ഡിവൈസിൽ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് ജോയിൻ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ആവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.